10 ലെവൽ സൂപ്പർ ഹൈ സെക്യൂരിറ്റി, 1.5 ടൺ ഭാരമുള്ള മാഗ്നറ്റിക് വാതിൽ, ഇൻഫ്രാറെഡ് ഹീറ്റ് സെൻസറുകൾ, വൈബ്രേഷൻ ഡിറ്റക്ടറുകൾ, കൂടാതെ 24 മണിക്കൂറും നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ക്യാമറ കണ്ണുകൾ. അതായത് നല്ല ഹൈ സെക്യൂരിറ്റി ഉള്ള ഒരു വോൾട്ടിന്റെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. ശാസ്ത്ര ലോകത്തിനും എന്തിനു പറയാം, എത്ര വലിയ സാങ്കേതിക വിദ്യയ്ക്കും തകർക്കാനാവാത്ത സെക്യൂരിറ്റിയുള്ള വജ്രങ്ങൾ സൂക്ഷിക്കുന്ന വോൾട്ട്. പക്ഷേ 2003 ഫെബ്രുവരി 16 ഈ വോൾട്ട് തകർക്കപ്പെട്ടു. പിറ്റേന്ന് രാവിലെ ഈ വോൾട്ട് തുറന്ന ജീവനക്കാർ കണ്ടതോ 800 കോടിയിലധികം രൂപ വിലയുള്ള വജ്രങ്ങൾ വായുവിൽ അപ്രത്യക്ഷമായിരിക്കുന്നതാണ്. അതും ഒരു അലാറം പോലും മുഴങ്ങാതെ ഇത്രയധികം വജ്രങ്ങൾ ആ വോൾട്ടിൽ നിന്ന് ആരാണ് കടത്തിക്കൊണ്ടുപോയത്? ലോക ചരിത്രത്തിൽ തന്നെ എല്ലാവരെയും ഞെട്ടിച്ച, ശാസ്ത്രജ്ഞർക്ക് പോലും ഉത്തരം നൽകാൻ കഴിയാത്തത്ര അതിശയമുണർത്തിയ ഒരു വലിയ കൊള്ളയെ പറ്റിയിട്ടാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത്. ബെൽജിയത്തിലെ ആന്റിവെർപ്പ് നഗരം ലോകത്തിലെ ഡയമണ്ട് വ്യാപാരത്തിന്റെ ആസ്ഥാനം. അവിടുത്തെ ഡയമണ്ട് സെന്ററിലെ വോൾട്ടിലേക്ക് കണ്ണുവെച്ചത് ഒരു സാധാരണക്കാരനായിരുന്നില്ല. ലിയോനാർഡോ നോട്ട ബാർട്ടോളോ, ഒരു ഒന്നാന്തരം മാസ്റ്റർ മൈൻഡ്. ലിയോനാർഡോ ചെയ്തതെന്താണെന്ന് അറിയാമോ? അയാൾ ഒരു ഇറ്റാലിയൻ ഡയമണ്ട് വ്യാപാരിയായി വേഷമിട്ട് ആ കെട്ടിടത്തിൽ ഒരു ചെറിയ ഓഫീസ് മുറി വാടകയ്ക്കെടുത്തു. 1 അല്ല 2 അല്ല, കൃത്യം 3 വർഷം എല്ലാവരുടെയും വിശ്വസ്തനായി അവിടെ ജീവിച്ചു. പക്ഷേ രഹസ്യമായി തന്റെ പേനയിലുള്ള പെൻ ക്യാമറ ഉപയോഗിച്ച് വോൾട്ടിന്റെ ഓരോ ഇഞ്ചും സെക്യൂരിറ്റി കോഡ് അടിക്കുന്നത് വരെ HD ക്വാളിറ്റിയിൽ റെക്കോർഡ് ചെയ്യുകയായിരുന്നു അയാൾ. തനിക്കൊപ്പം ഇറ്റലിയിലെ ഏറ്റവും മിടുക്കരായ 4 ക്രിമിനലുകളെ കൂട്ടി അയാൾ ഒരു ടീം ഉണ്ടാക്കി, ദി സ്കൂൾ ഓഫ് ടൂറിംഗ്. 2003 ഫെബ്രുവരി 15 ശനിയാഴ്ച രാത്രി കെട്ടിടം അടഞ്ഞുകിടന്ന ആ സമയത്ത് ലിയോനാർഡോയും സംഘവും വോൾട്ടിലേക്ക് കടന്നു. ഇനി കേട്ടോളൂ ലോകത്തിലെ ഏറ്റവും സങ്കീർണമായ സെക്യൂരിറ്റി അവർ വെട്ടിച്ച കഥ. ഒന്നാമതായി ചെയ്തത് ഇൻഫ്രാറെഡ് ഹീറ്റ് സെൻസറുകൾ. ശരീരത്തിലെ ചൂട് തിരിച്ചറിയാതിരിക്കാൻ അവർ സെൻസറുകൾക്ക് മുന്നിൽ ഹെയർ സ്പ്രേ അടിച്ച ശേഷം കനം കുറഞ്ഞ പ്ലാസ്റ്റിക് ഷീറ്റുകൾ വെച്ച് മറച്ചു. രണ്ടാമതായി ലൈറ്റ് സെൻസറുകളെ വെറും ബ്ലാക്ക് ടേപ്പുകൾ ഒട്ടിച്ച് ഇരുട്ടിലാക്കി. അലാറം മുഴക്കുന്ന മാഗ്നറ്റിക് വാതിലുകൾക്കിടയിൽ സ്വന്തമായി നിർമ്മിച്ച അലൂമിനിയം പ്ലേറ്റുകൾ തിരുകി കാന്തങ്ങളെ പറ്റിച്ചു. നിമിഷങ്ങൾക്കുള്ളിൽ അവർ വോൾട്ടിനുള്ളിൽ 100-ലധികം ബോക്സുകൾ തകർത്ത് വജ്രങ്ങളും സ്വർണവും ചാക്കുകളിലാക്കി. അലാറം അടിക്കാതെ, ഒരൊറ്റ തുള്ളി ചോര ചിന്താതെ അവർ പുറത്തേക്ക് കടന്നു. പ്രൊഫഷണൽ കൊള്ളക്കാരുടെ പെർഫെക്റ്റ് പ്ലാൻ. പോലീസിന് ഒരൊറ്റ തെളിവും കിട്ടില്ലായിരുന്നു. പക്ഷെ അവിടെയാണ് വലിയൊരു അവിശ്വസനീയ ട്വിസ്റ്റ് കരുതി വെച്ചത്. രക്ഷപ്പെടുന്നതിനിടെ തെളിവുകൾ നശിപ്പിക്കാൻ കാട്ടിൽ വെച്ച് ചില കടലാസുകളും ബാഗുകളും കത്തിക്കാൻ അവർ ശ്രമിച്ചു. എന്നാൽ പെട്ടെന്ന് എന്തോ ശബ്ദം കേട്ട് ഭയന്ന് ഇവർ ആ വേസ്റ്റ് ബാഗ് വഴിയിൽ ഉപേക്ഷിച്ച് കടന്നു കളഞ്ഞു. ആ വഴി വന്ന ഒരു കാട്ടുമൃഗ സംരക്ഷകനാണ് ആ ബാഗ് കിട്ടുന്നത്. ഇയാളത് പോലീസിൽ വിവരമറിയിക്കുകയും ചെയ്തു. ആ ബാഗിൽ ഡയമണ്ട് സെന്ററിന്റെ ചില രേഖകളും ലിയോനാർഡോ തിന്നുപേക്ഷിച്ച ഒരു സാൻഡ്വിച്ചിന്റെയും ആപ്പിളിന്റെയും ബാക്കികളുമായിരുന്നു ഉണ്ടായിരുന്നത്. ആ സാൻഡ്വിച്ചിൽ നിന്ന് കിട്ടിയ DNA തെളിവ് വെച്ചാണ് ബെൽജിയം പോലീസ് ലിയോനാർഡോയെ തിരിച്ചറിയുന്നതും ദിവസങ്ങൾക്കുള്ളിൽ അതിർത്തിയിൽ വെച്ച് അറസ്റ്റ് ചെയ്യുന്നത്. ലിയോനാർഡോ ഏകദേശം 10 വർഷമാണ് ജയിലിൽ കിടന്നത്. ജയിലിൽ കിടന്ന് പുറത്തിറങ്ങിയതിന് ശേഷവും ആ 800 കോടി രൂപയുടെ വജ്രം എവിടെയാണെന്ന് കണ്ടെത്താൻ ആർക്കും തന്നെ സാധിച്ചിട്ടില്ല. ഈ ഒരു കൊള്ളയെന്ന് പറയുന്നത് ശാസ്ത്രം എത്ര വളർന്നാലും, ടെക്നോളജി എത്രയൊക്കെ വളർന്നാലും മനുഷ്യ ബുദ്ധിയുടെ മുന്നിൽ അതൊന്നും ഇല്ലാതാകും എന്നതിന് തെളിവായിരുന്നു. എന്തായാലും ഈ ഒരു വജ്രക്കൊള്ള ആജീവനാന്തം എല്ലാവർക്കും ഒരു ഞെട്ടലുളവാക്കുന്ന കൊള്ളയായി തന്നെ തുടരുകയാണ്.